അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ എടുത്തത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻഡ് ഓയിൽ ഇതിലേതായാലും മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തു. അത് ഒരുവിധം വാടി വന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. മുട്ട സെപ്പറേറ്റ് ഒരു പാനിൽ ചിക്കി പൊരിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ഏതായാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തു. മുട്ട നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, അതും പിന്നെ ചോളവും കൂടി വേവിച്ചത്, ഇതെല്ലാം കൂടി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തു. അത് കുറച്ചൊന്ന് തോർത്തി എടുക്കണം. കുറച്ച് വെള്ളം അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മസാല ചേർക്കണം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നോക്കിയിട്ട് ഫ്രൈഡ് റൈസിന് ചേർക്കാൻ പറ്റിയ എന്തെങ്കിലും മസാല ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമൊന്നും ഇങ്ങനെ ഫ്രൈഡ് റൈസ് മസാല വാങ്ങിക്കാൻ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ വെറുതെ നോക്കിയപ്പോൾ അതിലുണ്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചതാണ്. അത് ഈ ഒരു പാക്കറ്റിൽ 5 ചെറിയ പാക്കറ്റുകളാണുള്ളത്. ഒരു വലിയ പാക്കറ്റിൽ 5 ചെറിയ പാക്കറ്റാണുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മസാല ഉണ്ട്. കുറച്ച് എരിയുള്ളതാണ്. അത് കുറച്ച് ചുമന്ന കളറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നൂഡിൽസിൻ്റെ മസാലയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു മസാല, അതേ ഒരു ടേസ്റ്റൊക്കെ ഉള്ള മസാലയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് ചേർത്തത്. വേണമെങ്കിൽ 2 ചേർക്കാം. 2 ചേർക്കുമ്പോൾ ചിലപ്പോൾ എരി കൂടി പോകണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1 ചേർത്തത്. എന്നിട്ട് അതിന് ശേഷം ചോറും കൂടി ചേർത്തു. ചോറ് കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കി എടുത്താലും മതി. അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തിട്ട് ഒരുമിച്ച് ചേർക്കുമ്പോൾ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ചേർത്തിട്ട് ഇളക്കിയെടുത്താലും മതി. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും കഴിച്ചോളും. ഇത് സെപ്പറേറ്റ് കറിയൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇതിലുണ്ടല്ലോ. മുട്ടയുണ്ട്, ക്യാരറ്റുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ഇതെല്ലാം ഗ്രീൻ പീസ് ഞാൻ വിചാരിച്ചത് പച്ച സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇല്ലേ, അതാണ് വിചാരിച്ചത്. പക്ഷേ അത് കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.